ഒരു കമൻറ്റ്, പിന്നെ ആയിരക്കണക്കിന് ലൈക്കുകൾ, നൂറുകണക്കിന് മറുപടികൾ. കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ 4ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെക്കുറിച്ച് ചെയ്ത വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തപ്പോൾ 3 പ്ലാറ്റ്ഫോമുകളിലുമായി ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടൊരു ചോദ്യം ഇതായിരുന്നു: മമ്മൂക്കയ്ക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ, അപ്പോൾ നമ്മുടെ ലാലേട്ടന് എത്ര? ലാലേട്ടന് കൂടുതൽ നാഷണൽ അവാർഡുകളില്ലേ? ആ ചോദ്യത്തിന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു ആരാധകന്റെ ആവേശമല്ല, സിനിമയെ സ്നേഹിക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടിൽ മറുപടി പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇതാരാണ് വലിയ നടൻ എന്ന് തെളിയിക്കാനുള്ള വീഡിയോ അല്ല. കാരണം മലയാള സിനിമയിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും താരതമ്യം ചെയ്യുക എന്നത് 2 കണ്ണുകളിൽ ഏതാണ് കൂടുതൽ വിലപ്പെട്ടത് എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഒരാൾ അഭിനയത്തിന്റെ തീയാണ്, മറ്റൊരാൾ അഭിനയത്തിന്റെ സമുദ്രം. ഈ 2 പേരും 4 പതിറ്റാണ്ടുകളായി നടത്തിയ ആരോഗ്യകരമായ മത്സരമാണ് മലയാള സിനിമയെ ലോക സിനിമയുടെ ഭൂപടത്തിലെത്തിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെള്ളിത്തിരയിൽ കഥാപാത്രങ്ങളെ അഭിനയിച്ച മനുഷ്യനെക്കുറിച്ചല്ല, അവയെ ജീവിച്ച മനുഷ്യനെക്കുറിച്ചാണ്. മലയാളത്തിന്റെ സ്വന്തം കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. അപ്പോൾ ലാലേട്ടന്റെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് യാത്ര പോകാം. 1989 മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയെഴുതിയ വർഷം. സംവിധായകൻ സിബി മലയിൽ, രചന ലോഹിതദാസ്. പിറന്നത് കിരീടം, സേതുമാധവൻ. ഒരു സാധാരണ ചെറുപ്പക്കാരൻ, പോലീസ് ജോലി എന്ന സ്വപ്നം മാത്രം കണ്ടിരുന്ന ഒരു മകൻ. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ജീവിതം മാറി. അവൻ കുറ്റവാളിയായില്ല, പക്ഷേ സമൂഹം അവനെ അങ്ങനെ വിധിച്ചു. ആ കഥാപാത്രത്തിൻ്റെ ഓരോ നിശ്വാസവും, ഓരോ നോട്ടവും, ഓരോ കണ്ണീർ തുള്ളിയും ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിച്ചിരിക്കും. അവസാന രംഗത്തിൽ കത്തി താഴെയിട്ട് അച്ഛനെ നോക്കി പൊട്ടിക്കരയുന്ന സേതുമാധവനെ കണ്ടപ്പോൾ കരയാത്ത മലയാളികൾ വളരെ കുറവായി. ആ വർഷം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ചെറിയ മാർജിനിൽ നഷ്ടമായെങ്കിലും ജൂറിക്ക് ആ പ്രകടനത്തെ അവഗണിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് 1989 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ സ്പെഷ്യൽ ജൂറി മെൻഷൻ മോഹൻലാലിനെ തേടിയെത്തിയത്. ദേശീയ തലത്തിൽ മോഹൻലാൽ എന്ന പേര് ആദ്യമായി ശക്തമായി മുഴങ്ങിയത് അവിടെ നിന്നായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം 1991 മലയാള സിനിമയ്ക്ക് മറ്റൊരു അമൂല്യ രത്നം ലഭിച്ചു: ഭരതം. കല്ലൂർ ഗോപിനാഥ് സ്വന്തം ജ്യേഷ്ഠന്റെ മരണവാർത്ത നെഞ്ചിലൊതുക്കി വേദിയിൽ കയറി പാടേണ്ടി വന്ന കലാകാരൻ. ആ കഥാപാത്രം കരയുന്നില്ല, പക്ഷേ തിയേറ്ററിലിരുന്ന ഓരോ പ്രേക്ഷകനെയും കരയിച്ചു. അതാണ് അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഒരു ശാസ്ത്രീയ സംഗീതജ്ഞന്റെ ശരീരഭാഷ, കണ്ണുകൾ, കൈകളുടെ ചലനങ്ങൾ, വേദിയിലെ ആത്മവിശ്വാസം എല്ലാം അത്രയും പൂർണ്ണതയോടെ മോഹൻലാൽ അവതരിപ്പിച്ചു. ആ വർഷം ജൂറിക്ക് മറ്റൊരു തീരുമാനമുണ്ടായിരുന്നു. 1991 മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം മോഹൻലാലിൻ്റെ കൈകളിലുണ്ട്. ഇത് വെറുമൊരു അവാർഡ് മാത്രമായിരുന്നില്ല, മലയാള സിനിമയുടെ അഭിനയ നിലവാരത്തിന് ഇന്ത്യ നൽകിയ അംഗീകാരം കൂടിയായിരുന്നു. ഇവിടം മുതൽ ലാലേട്ടൻ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമായിരുന്നില്ല, ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായി മാറുകയായിരുന്നു. 1999 മോഹൻലാൽ എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുമുടികളിലൊന്ന് വാനപ്രസ്ഥം. ഒരു കഥകളി കലാകാരന്റെ ജീവിതം. വേദിയിൽ രാജാവായി ജീവിക്കുന്ന മനുഷ്യൻ, പക്ഷെ തിരശീലയ്ക്ക് പിന്നിൽ വേദനകൾ മാത്രം കൂട്ടായി ജീവിക്കുന്ന ഒരാൾ. അതാണ് കുഞ്ഞിക്കുട്ടൻ. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മോഹൻലാൽ വെറുതെ മേക്കപ്പ് ഇട്ടില്ല. കഥകളിയുടെ ശരീരഭാഷയും കണ്ണുകളുടെ ചലനങ്ങളും ഓരോ ഭാവവും അതിൻ്റെ ആത്മാവും അദ്ദേഹം പഠിച്ചു. മേക്കപ്പിനുള്ളിൽ മറഞ്ഞത് മോഹൻലാൽ ആയിരുന്നില്ല, ഒരു യഥാർത്ഥ കഥകളിക്കാരനായിരുന്നു. സിനിമ റിലീസ് ചെയ്തപ്പോൾ കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ആ പ്രകടനത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നു. ആ വർഷം മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം വീണ്ടും മോഹൻലാലിനെ തേടിയെത്തി. പക്ഷേ അതിൽ കഥ അവസാനിച്ചില്ല. ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു മോഹൻലാലിന് മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരമായ സുവർണ കമലം ലഭിക്കുകയും ചെയ്തു. ഒരേ സിനിമയിലൂടെ നടനായും നിർമ്മാതാവായും ദേശീയ അംഗീകാരം നേടുക, അത്
വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന നേട്ടമാണ്. കാലം വീണ്ടും മുന്നോട്ട് പോകും. ചിലർ പറഞ്ഞു ലാലേട്ടൻ്റെ കാലം കഴിഞ്ഞു. പക്ഷേ അതിനുള്ള മറുപടി പറഞ്ഞത് ഒരു അഭിമുഖമോ ഒരു പ്രസംഗമോ ആയിരുന്നില്ല. പുലിമുരുകൻ എന്ന സിനിമയായിരുന്നു. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തന്നെ മാറ്റിയ ആ ചിത്രം. അതേസമയം മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ സ്നേഹം മാത്രം കൈമുതലായ ഒരു കുടുംബനാഥൻ. അതിനൊപ്പം തെലുങ്കിൽ ജനതാ ഗാരേജ്. 3 ഭാഷകൾ, 3 ലോകങ്ങൾ, 3 വ്യത്യസ്ത കഥാപാത്രങ്ങൾ, ഒരേ ഒരു നടൻ. ഈ അസാധാരണ വൈവിധ്യം പരിഗണിച്ചാണ് 2016 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് മോഹൻലാലിന് ലഭിച്ചത്. മാസ് ചെയ്യാണ്, ക്ലാസ് ചെയ്യാണ് ഒരേപോലെ കഴിവുള്ള നടനാണ് താനെന്ന് അദ്ദേഹം വീണ്ടും ഇന്ത്യയെ ഓർമ്മിപ്പിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രവും മോഹൻലാലിൻ്റെ കലാജീവിതത്തെ ആദരിച്ചു. 2001 രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചു. വീണ്ടും 2019 അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകളുടെ കലാസംഭാവനയെ അംഗീകരിച്ച് പത്മഭൂഷൺ സമ്മാനിച്ചു. ഇതൊരു നടൻ ലഭിക്കുന്ന ബഹുമതി മാത്രമായിരുന്നില്ല, ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനയ്ക്കുള്ള ആദരവായിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ ഓണററി ലൂട്ടനന്റ് കേണൽ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നടനെന്ന ബഹുമതിയും മോഹൻലാലിൻ്റെ പേരിലാണ്. ഒരു കലാകാരൻ, ഒരു സൂപ്പർ സ്റ്റാർ, ഒരു ദേശസ്നേഹി, ഈ 3 മുഖങ്ങളും ഒരുമിച്ചുള്ള അപൂർവ വ്യക്തിത്വമാണ് മോഹൻലാൽ. ഒരു നടന്റെ മഹത്വം അവാർഡുകൾ കൊണ്ട് മാത്രം അളക്കാൻ കഴിയും? ഒരിക്കലുമില്ല. കാരണം അവാർഡുകൾ ലഭിക്കുന്നത് ചില കഥാപാത്രങ്ങൾക്കാണ്. പക്ഷേ പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നത് ജീവിതകാലം മുഴുവൻ അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളാണ്. വിൻസെന്റ് ഗോമസ്, മംഗലശ്ശേരി നീലകണ്ഠൻ, ആടുതോം, ജഗന്നാഥൻ, സോളമൻ, ജോർജ് കുട്ടി, സ്റ്റീഫൻ നെടുമ്പള്ളി, വിജയമോഹൻ, ഇങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ. ഓരോ തലമുറയ്ക്കും അവരുടേതായ ഒരു മോഹൻലാലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെറും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാതെ കംപ്ലീറ്റ് ആക്ടർ എന്ന് ഇന്ത്യ മുഴുവൻ വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മോഹൻലാലിൻ്റെ പ്രധാന ദേശീയ ചലച്ചിത്ര അംഗീകാരങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. 1989 കിരീടം, സ്പെഷ്യൽ ജൂറി മെൻഷൻ. 1991 ഭരതം, മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 1999 വാനപ്രസ്ഥം, വീണ്ടും മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 1999 അതേ വാനപ്രസ്ഥത്തിൽ നിർമ്മാതാവ് എന്ന നിലയിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം. 2016 പുലിമുരുകൻ, ജനതാ ഗാരേജ്, മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ. ഈ ചിത്രങ്ങളിലെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ്. ഇങ്ങനെ മൊത്തം 5 ദേശീയ ചലച്ചിത്ര അംഗീകാരങ്ങൾ. അതോടൊപ്പം പത്മശ്രീ, പത്മഭൂഷൺ, ഓണററി ലൂട്ടനന്റ് കേണൽ, നിരവധി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ, ഫിലിംഫെയർ സൗത്ത് പുരസ്കാരങ്ങൾ, ഇങ്ങനെ ഇന്ത്യയിലും വിദേശത്തുമായി എണ്ണമറ്റ ബഹുമതികൾ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങാം. മമ്മൂട്ടിയോ മോഹൻലാലോ? ഈ ചോദ്യം ഇനി എത്ര വർഷം കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ തുടരും. പക്ഷേ ഒരു സത്യം മാത്രം മാറില്ല. മമ്മൂട്ടി 4 തവണ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ അതുല്യ കലാകാരൻ. മോഹൻലാൽ 2 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും മൊത്തം 5 ദേശീയ ചലച്ചിത്ര അംഗീകാരങ്ങളും നേടിയ കംപ്ലീറ്റ് ആക്ടർ. അക്കങ്ങൾ വ്യത്യസ്തമായിരിക്കാം, നേട്ടങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനയുടെ കാര്യത്തിൽ ഇവർ 2 പേരും ഇതിഹാസങ്ങളാണ്. ഒരാളില്ലാതെ മറ്റൊരാളുടെ ചരിത്രം പൂർണ്ണമാകില്ല. കാരണം 4 പതിറ്റാണ്ടുകളായി പരസ്പരം മത്സരിച്ച് പരസ്പരം ഉയർത്തി മലയാള സിനിമയെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചത് ഈ 2 മഹാനടന്മാരാണ്. അവാർഡുകൾ എണ്ണാം, റെക്കോർഡുകൾ എണ്ണാം, കളക്ഷനുകൾ എണ്ണാം, പക്ഷേ ഒരു നടൻ മലയാളിക്ക് സമ്മാനിച്ച ഓർമ്മകൾ അതൊരിക്കലും എണ്ണി തീർക്കാൻ കഴിയില്ല. സേതുമാധവനും ഗോപിനാഥനും കുഞ്ഞിക്കുട്ടനും ജോർജ് കുട്ടിയും സ്റ്റീഫൻ നെടുമ്പള്ളിയും, അങ്ങനെ 100 കണക്കിന് കഥാപാത്രങ്ങളിലൂടെ മോഹൻലാൽ എന്നും മലയാളിയുടെ മനസ്സിൽ ജീവിക്കും. അതുപോലെ ചന്തുവും ബഷീറും അംബേദ്കറും അമുതവനും രാജമാണിക്യവും എന്നും മലയാളിയുടെ മനസ്സിൽ മമ്മൂട്ടിയും ജീവിക്കും. അവാർഡുകൾക്കപ്പുറം ഇവരാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ അഭിമാനം. ഒരു മലയാളി എന്ന നിലയിൽ
ഇവരുടെ സിനിമകൾ കാണാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ തലമുറയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും അവാർഡ് പെർഫോമൻസ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.